ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم يا من بيده مقاليد القلاء والأمور وإليه يرجع الأمر كله يا فتاح يا عليم افتح علينا فتحا قريبا يا فتاح يا عليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സമയം വൈകി ഓടാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കും. പിന്നെ സംശയമുള്ളവരൊക്കെ അവിടെ ഒരു ക്ലിനിക്കുണ്ട്, ആ ക്ലിനിക്കിൽ വന്ന് ചോദിച്ചാൽ അവിടെ ആളുള്ളപ്പോൾ ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു ക്ലിനിക്ക് അവിടെ ഉണ്ട്. ഏതായാലും ഫിഖുഹുമായി ബന്ധപ്പെട്ട്, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചെറിയ വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കർമ്മശാസ്ത്രത്തെ എതിർക്കുന്നവരുണ്ട്, നമുക്കറിയാം. ഇന്ന് 4 മദ്ഹബുകളിലായിട്ടാണ് കർമ്മശാസ്ത്രം അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അയിമ്മത്തുൽ അർബഅ അവരുടെ ഈ മദ്ഹബുകളെ സംബന്ധിച്ച് അത് ഇമാം ഷാഫി, അവരുടെ പ്രയോഗം ഷാഫി ഉണ്ടാക്കിയതല്ലേ, ഷാഫി പറഞ്ഞതല്ലേ എന്ന അവരുടെ പ്രയോഗം. വിശുദ്ധ ഖുർആനും തിരു ഹദീസും ഇവിടെ ഉണ്ടാകുമ്പോൾ ഷാഫിയുടെ കൗല് നമ്മൾ എന്തിനെടുക്കണം എന്ന് പറയാറുണ്ട്. അതുപോലെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ആയത്തുകൾക്കെതിരായി കാണാൻ സാധിക്കും. എന്ന പോലെ സ്വഹിയായ ഹദീസുകൾക്കെതിരായി ഫിഖ് ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. അങ്ങനെയുള്ള ഫിഖ് ഗ്രന്ഥങ്ങളെ എന്തിനാണ് നാം അവലംബിക്കുന്നത്? ഇതുപോലുള്ള പല വിഷയങ്ങളും ജനമധ്യത്തിൽ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ എന്താണ് വിശുദ്ധ ദീനെന്നും ദീനിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്നും അയിമ്മത്ത് ഈ മദ്ഹബുകളെ എങ്ങനെയാണ് അവർ ക്രോഡീകരിച്ചത് എന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് വന്ന ഒരു പിഴവ് മാത്രമാണത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാതെ ചെറിയ രൂപത്തിൽ വിശുദ്ധ ദീന്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അതിൻ്റെ തെളിവിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മുടെ ചർച്ച അതല്ല. അതുപോലെ ഈ എന്താണ് ദീന്? നമുക്കറിയാം, ദീന് എന്ന് പറയുന്നതും മില്ലത്ത് എന്ന് പറയുന്നതും ശരീഅത്ത് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ദീന്, മില്ലത്ത്, ശരീഅത്ത്, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. അതിൻ്റെ മഫ്ഹൂമ് വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെ മിസ്താക്ക് ഒന്നാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. മഹാനരായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തുഹ്ഫ 1:21 മഹാനവറുകൾ പറഞ്ഞു, ദീനെന്ന് പറഞ്ഞാൽ വളുഹുൻ ഇലാഹിയുൻ സായിഖുൽ ദവില്ലുകൂലി ബിഖ്തിയാരിമുൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. വളുഹുൻ ഇലാഹിയുൻ, ഒരു ഇലാഹിയായ വളു ആണ്. ഐ മൗലൂൻ, അള്ളാഹു സംവിധാനിച്ച ഒരു നിയമവ്യവസ്ഥയാണ് ഈ വിശുദ്ധ ദീനെന്ന് പറയുന്നത്. വളുഹുൻ ഇലാഹിയുൻ സായിഖുൽ ദവില്ലുകൂലി ബിഖ്തിയാരിമുൽ മഹ്മൂദ്. ഏതൊരു ബുദ്ധിയുള്ള മുസ്ലിമായ ആളുകൾക്കും അവരുടെ സ്വയം ഇഷ്ടപ്രകാരം ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ സഅദത്തുൽ അബദിയ്യ, ആ സഅദത്തുൽ അബദിയിലേക്ക് നമ്മളെ നയിക്കുന്ന അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ് വിശുദ്ധ ദീനെന്ന് പറയുന്നത്. അത് നമ്മൾ തീരുമാനിച്ചു. ദീനെന്ന് പറയുന്നത് അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ്. വളുഹുൻ ഇലാഹിയുൻ ഐ മൗലൂൻ ഇലാഹിയുൻ. ആ ദീനും മില്ലത്തും ശരീഅത്തും ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു.
ഇബ്നു ഹജർ തങ്ങൾ തന്നെ തുഹ്ഫയുടെ 1:21 അത് വിശദീകരിക്കുന്നുണ്ട്. ദീനും മില്ലത്തും ശരീഅത്തും ഒക്കെ ഒന്ന് തന്നെയാണ്, മിസ്താഖ് ഒന്നാണ്, അതിന് യുദാനുലഹ അതിന് കീഴ്പ്പെടപ്പെടുന്നു എന്ന ഭാഗത്തിലൂടെ ദീന് എന്ന് പറയും. എന്ന പോലെ അതിൻ്റെ മേലിൽ ആളുകൾ ഒരുമിച്ച് കൂടപ്പെടുന്നു എന്ന പോലെ അതിൻ്റെ അഹ്കാമുകളൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നു എന്ന ഭാഗത്തിലൂടെ മില്ലത്ത് എന്നും ജനങ്ങളെ അവരുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖസ്ദ് ചെയ്യപ്പെടുന്നു എന്ന ഭാഗത്തിലൂടെ ശരീഅത്ത് എന്നും പറയും. ഇങ്ങനെ ദീനും മില്ലത്തും ശരീഅത്തും ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ വിശുദ്ധ ദീനിനെ ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 നമുക്ക് വിഭജിച്ച് തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓതുന്ന ഹദീസാണ്. ഈമാൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നും ഇഹ്സാൻ എന്താണെന്നും അതടക്കം ചോദിച്ച് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ച സംഭവങ്ങൾ നമുക്കറിയാം. ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അൻതുമിന ബില്ലാഹി മലായികത്തിഹി വ കുതുബിഹി എന്ന് പറഞ്ഞ് ആ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒമൽ ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ അന്തഷാദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ എന്താണ് ഇഹ്സാൻ, അൻതഅബുദല്ലാഹ കഅന്നക തറാഹു എന്ന് പറയുന്ന ആ ഇഹ്സാനും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിനെ 3 വിഭജിച്ചിട്ടുണ്ട് എന്ന് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സദസ്സിൽ നിന്ന് പോയതിന് ശേഷം സ്വഹാബത്തിനോട് ചോദിച്ച സംഭവവും ആ സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞത് ഫൈന്നഹു ജിബ്രീൽ അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അത് വിശദീകരിച്ച് മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫജഅല ദാലിക കുല്ലഹു ദീന, അപ്പോൾ മുഴുവനും ദീനാക്കി. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ഫജഅല ദാലിക കുല്ലഹു ദീന, മുഴുവനും ദീനാണ്. അപ്പോൾ ആ പറഞ്ഞു കൊടുത്തത് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിലും അയിമ്മത്ത് മഹാനരായ അഹ്മദ് സറൂഖ് തങ്ങൾ തൻ്റെ ഇഖ്തിനാമുൽ ഫവായിദിൽ പറഞ്ഞത് ഖസമ ശാരിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന ഇലാ സലാസ, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറയുന്നത് അമലുൽ ജവാരിഹ്, നമ്മളെ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം. ഈമാൻ എന്ന് പറയുന്നത് ഇത്തിഖാദാത്തുൽ ഖുലൂബ്, നമ്മൾ വിശ്വസിക്കേണ്ട അള്ളാഹുലുള്ള വിശ്വാസം, അവൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസങ്ങൾ. ഇഹ്സാൻ എന്ന് പറയുന്നത് മുആമലാത്തുൽ ഖുലൂബ്, കൽബുകളിൽ ഉണ്ടായിരിക്കേണ്ട തഹ്ലിയത്ത് ഒഴിവാക്കിയിട്ട്, അഥവാ ഉജുബ്, റിയാ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കി ശേഷം ഒരു തഹ്ലിയത്ത്, നല്ല നല്ല സ്വഭാവങ്ങൾ, ഹുസ്നുൽ ഹുൽക്ക്, ജവാദ്, കറം ഇങ്ങനെയുള്ള സംഗതികൾ. ഇതാണപ്പോൾ ഏത് ദീൻ എന്ന് പറയുന്ന 3 പാർട്ടുകൾ, ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. എല്ലാവർക്കും അറിയുന്നത് തന്നെ. അതിനാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ നമ്മൾ ഇൽമ്, അമല്, ഇഖ്ലാസ് അങ്ങനെയും പറയും. ഈമാനെ സംബന്ധിച്ച് ഇൽമ്, കാരണം അത് വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. ഇൽമ്, അമല്, ഇസ്ലാമാകുമ്പോൾ അത് നമ്മൾ പിന്നെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇൽമ്, അമല്, ഇഖ്ലാസ്. ആ ഈമാനെ സംബന്ധിച്ച് നമ്മൾ ഉസൂലി എന്നും പറയാറുണ്ട്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഉസൂല് ഇസ്ലാമാകുമ്പോൾ ഫുറൂഴ്, മറ്റത് അഖ്ലാഖ്. അതിനാണ് നമ്മൾ മൂന്ന് ഫന്നുകളാക്കിയിട്ട്, ഒന്ന് ഇൽമുൽ കലാം, മറ്റൊന്ന് ഇൽമുൽ ഫിഖ്, മറ്റൊന്ന് ഇൽമു തസവുഫ്. ഇങ്ങനെ ഇസ്ലാമിനെ 3 പാർട്ടാക്കി, ഇൽമുൽ ഉസൂല്, ഇൽമുൽ ഫുറൂഴ്, ഇൽമുൽ അഖ്ലാഖ്. അതിൽ ഉസൂലു തൗഹീദിൻ്റെ കാര്യങ്ങളിൽ ഒരു ഇഖ്തിലാഫും വരില്ല എന്ന് എല്ലാവർക്കും അറിയാം, നമുക്കറിയുന്നൊരു സംഗതിയാണ്. ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവർ ഞാനാണെന്നും, അങ്ങനെ മുത്തനബി അതിൽ വിശദീകരിക്കുന്ന ലംബിയാഹു ഇഹ്വത്തും മിൻ അല്ലാത്തിൻ വ ഉമ്മഹാത്തുഹും ശത്ത വ ദീനുഹും വാഹിദ്. അമ്പിയാക്കളൊക്കെ വാപ്പത്ത സഹോദരന്മാരാണ്, അവരുടെ ഉമ്മമാർ വ്യത്യസ്തമാണ്, ദീന് ഒന്നാണ്. ഇത് വിശദീകരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസിൻ്റെ മാന അസ്ലു ഈമാനിയും വാഹിദ്, ഈമാനിൻ്റെ അടിസ്ഥാനം ഒന്നാണ്.
അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈമാനായ ഒരു കാര്യം ഇന്നും അത് ഈമാനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഷിർക്കായ ഒരു കാര്യം ഇന്നും അത് ഷിർക്കാണ്. പക്ഷെ അന്ന് ഹലാലായ കാര്യം ഇന്ന് ഹലാലായിക്കൊള്ളണമെന്നില്ല. ഇത് ശരീഅത്ത് വേറെയാണ്. കാരണം അത് ഫുറൂയായ കാര്യങ്ങളാണ്. അപ്പോൾ ഉസൂലിയായ കാര്യങ്ങൾ അസ്ലി ഈമാൻ വാഹിദാണ്. ശറായിയും മുഖ്തലിഫ. ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഫുറൂയായ ശാഖാപരമായ കാര്യങ്ങൾ അത് വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും ഉസൂലുദ്ദീനിൽ മുത്തഫീക്കീങ്ങളാണ്. എല്ലാ അമ്പിയാക്കളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അബീബാഹി നബിത്തങ്ങൾ വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും ഉസൂലു തൗഹീദ് അത് എല്ലാവരും ഇത്തിഫാക്കാണ്. പക്ഷേ ശരീഅത്തിൽ ഇഖ്തിലാഫുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. ആ ഇഖ്തിലാഫ് അപ്പോൾ ഫുറൂയായ കാര്യങ്ങളിൽ ഇഖ്തിലാഫ് വരുമെന്നിപ്പോൾ നമ്മൾ മനസ്സിലാണില്ല മനസ്സിലാണില്ല എന്ന് മനസ്സിലാകണ്ടല്ല, മനസ്സിലാകുന്നുണ്ട് എന്ന് മനസ്സിലായി. എങ്ങനെയാണോ പിന്നെ അപ്പോൾ ഇഖ്തിലാഫ് ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കി. ആ ഇഖ്തിലാഫ് ദീനിൽ ഉള്ള ഇഖ്തിലാഫ് 3 വിധമാണെന്ന് എല്ലാവർക്കും അറിയാം. 3 വിധമാണ്. മഹാനരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ പിന്നെ ഖത്താബി എന്നവരെ തൊട്ട് തൻ്റെ ശർഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഖത്താബി എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്നു, അൽ ഇഖ്തിലാഫു ഫിദ്ദീനി സലാസത്തു അഖ്സാം. ഇപ്പോൾ ഈ ഭാരത്തിൻ്റെ ചെറിയൊരു കഷ്ണം കിട്ടിയാൽ തന്നെ അടിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ കിതാബ് തുറന്നു നോക്കലല്ലോ, അടിച്ചു നോക്കലല്ലോ. അപ്പോൾ ഒരു ഇഖ്തിലാഫു ഫിദ്ദീനി സലാസത്തു അഖ്സാം 3 വിധമാണ്. ഒന്ന് അള്ളാഹുവിലുള്ള ഫി ഇസ്ബാത്തി സ്വാനിഹി വ വഹ്ദാനിയത്തി, അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്ന അള്ളാഹുണ്ട് എന്ന് പിന്നെ വിശ്വസിക്കുന്ന വിഷയത്തിലും അവൻ ഏകനാണെന്ന് വിശ്വസിക്കുന്നതിലുമുള്ള ഇഖ്തിലാഫ്. ഒരാൾ അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, മറ്റൊരാൾ അള്ള ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഒരാൾ പിന്നെ ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ, മറ്റാൾ ഒന്നിലധികം ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഈ ഒരു ഇഖ്തിലാഫ് വന്നാൽ ഒരാൾ മുഅ്മിനും ആകും, ഒരാൾ കാഫിറും ആകും. ഒരാൾ മുഅ്മിനും ഒരാൾ മുഅ്മിനല്ലാത്തവനുമാകും. ഇങ്ങനെ ഉണ്ടാകാം. കാരണം ഇത് അടിസ്ഥാനപരമായ വിഷയത്തിലുള്ള ഇഖ്തിലാഫാണ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ സിഫാത്തിലുള്ള ഇഖ്തിലാഫ്. അള്ളാഹുവിനിക്ക് സിഫത്തുകളുണ്ടോ ഇല്ല എന്ന വിഷയങ്ങളിൽ മാനിയായ സിഫത്തുകൾ, അള്ളാഹുക്ക് ഖുദ്റത്ത്, ഇൽമ്, ഇറാദത്ത് എന്നുള്ള സിഫത്തുകൾ, ഇതിലുള്ള ഇഖ്തിലാഫ്. ഈ ഇഖ്തിലാഫ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നവൻ സുന്നിയാകും, അല്ലാത്തവൻ ആ വിഷയത്തിൽ അവൻ ഒരു മുബ്തദിയാകും. 3-മത്തെ ഇഖ്തിലാഫ് പല വിഷയങ്ങൾക്ക് പല വജിഹുകൾക്ക് സാധ്യതയുള്ള ഇഖ്തിലാഫാണ്. അതങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, അങ്ങനെയുള്ളു. അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞത് ഇതാണ് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്ന ഹദീസ് കൊണ്ട് ഹബീബാഹി നബിത്തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇഖ്തിലാഫിനെയാണ്. അപ്പോൾ ഇഖ്തിലാഫ് 3 വിധമുണ്ടെങ്കിലും ആ 3 വിധമുള്ള ഇഖ്തിലാഫിൽ ഒന്നാമത്തെ ഇഖ്തിലാഫ് ഈമാനിൻ്റെയും കുഫറിൻ്റെയും ഇടയിൽ ഫർക്കാക്കുന്ന ഇഖ്തിലാഫാണ്. വിശ്വസിച്ചാൽ മുഅ്മിനാകും, അല്ലെങ്കിൽ കാഫിറാകും. ആ ഇഖ്തിലാഫ് ഒരിക്കലും ഉണ്ടാവാൻ പറ്റൂല. പിന്നെ മറ്റൊന്ന് സുന്നത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും ഇടയിലുള്ള ഇഖ്തിലാഫാണ്. സുന്നത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും വിശ്വസിച്ചവൻ സുന്നിയാകും, അല്ലാത്തവൻ മുബ്തദിയാകും. അത് രണ്ടും ഈ പറഞ്ഞ 2 ഇഖ്തിലാഫും പാടില്ലാത്ത ഇഖ്തിലാഫാണ്. 3-മത് പറഞ്ഞ ഇഖ്തിലാഫ് പല വജിഹുകൾക്ക് പല അങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. ആ രൂപത്തിൽ പല വജിഹുകൾക്ക് സാധ്യതയുള്ള ഇഖ്തിലാഫ്, ഫുറൂയായ അഹ്കാമിലുള്ള ഇഖ്തിലാഫ്. ആ ഇഖ്തിലാഫിനെ സംബന്ധിച്ച് ആണ് ജഅലഹുല്ലാഹു റഹ്മത്തൻ വ കറാമത്തൻ ലിൽ ഉലമ. അത് ഉമ്മത്തിനിക്ക് ഒരു റഹ്മത്താണത്. അതിനെ സംബന്ധിച്ചാണ് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ ദീനെന്താണെന്നും ദീനിൽ ഇഖ്തിലാഫ് ഉണ്ടാകുമെന്നും ആ ദീനിലുള്ള ഇഖ്തിലാഫ് 3 രൂപത്തിലാണെന്നും അതിൽ 3-മത് പറഞ്ഞ് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്ന് പറഞ്ഞ് ആ ഒരു ഇഖ്തിലാഫ് മാത്രമാണ് റഹ്മത്തായി ഉള്ളത് എന്നും മറ്റുള്ള ഇഖ്തിലാഫ് അങ്ങനെ ഇല്ല എന്നും. എങ്ങനെയാണ് ഈ ദീനിൻ്റെ വിഷയങ്ങൾ എങ്ങനെ ഇഖ്തിലാഫ് വന്നത്? ദീൻ എന്ന് പറഞ്ഞാൽ സ്വഹിയായ പരമ്പരയിലൂടെ സ്വഹിയായ ഹദീസിലൂടെയൊക്കെ ഹബീബായി നബിത്തങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് ലഭിച്ച അഹ്കാമുകളാണ് ദീനെന്ന് പറയുന്നത്. ഇതിലെങ്ങനെ ഇഖ്തിലാഫ് വരും? ഇതിലെങ്ങനെ ഇഖ്തിലാഫ് വരാൻ പാടുണ്ടോ? ദീനെന്ന് പറഞ്ഞാൽ വളുഹുൻ ഇലാഹിയല്ലേ. അപ്പോൾ ഇതിലെങ്ങനെ ഇഖ്തിലാഫ് വരാം? ചിലത് ചില ഇഖ്തിലാഫ് സംഭവിച്ചാൽ ഈമാൻ കുഫറിൻ്റെ ഇടയിൽ ഫർക്കാക്കുന്നതും, മറ്റു ചില ഇഖ്തിലാഫ് സംഭവിച്ചാൽ സുന്നത്ത് ബിദഅത്തിൻ്റെ ഇടയിൽ ഫർക്കാക്കുന്നതും, മറ്റു ചില ഇഖ്തിലാഫ് വന്നാൽ അത് റഹ്മത്താണെന്നും. ഇങ്ങനെ ഒരു വ്യത്യാസം വരാനുള്ള കാരണം എന്താ? അത് നമുക്ക് ലഭിച്ച ദലീലുകൾ, ആ ദീനിലുള്ള ദലീലുകൾ വ്യത്യസ്ത രൂപത്തിലാണ്. എല്ലാം അല്ലാഹു തആല ഒരുപോലെയല്ല സംവിധാനിച്ചിട്ടുള്ളത്. ആ ദലീലുകളുടെ കൂട്ടത്തിൽ ഖത്ഈയായത്, പിന്നെ
ഖത്ഈയായ ദലീൽ വൈറ് ഖത്ഈയ. ഖത്ഈയ ഉണ്ട്, വൈറ് ഖത്ഈയ ഉണ്ട്. ഖത്ഈയ എന്ന് പറഞ്ഞാൽ എന്താ? ഖത്ഈയ പറഞ്ഞാൽ ഉറപ്പുള്ളത്, അതന്നെ നല്ല ഉറപ്പുള്ളത് തന്നെയാണത്. അപ്പോൾ ഖത്ഈയായ ദലീൽ എന്ന് പറഞ്ഞാൽ തെവീലിനിക്ക് സാധ്യതയില്ലാത്ത, വ്യാഖ്യാനിക്കാൻ ഒരു പൈതുണ്ടാവില്ല. അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ ആയാൽ പോരെ, അങ്ങനെ ആയാൽ പോരെ എന്നുള്ള ഒരു തെവീലിന്, വ്യാഖ്യാനത്തിന് പൈതില്ലാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ട ദലീലുകളാകുമ്പോഴാണ് ഇത്. തെവീലിന് വ്യാഖ്യാനിക്കാൻ പൈതില്ലാത്ത ദലീലുകളാകുമ്പോഴാണ് അതിന് ഖത്ഈയായ ദലീലുകൾ എന്ന് പറയാം. അതേതാ? അത് ഖുർആൻ ആശയം വ്യക്തമായ രൂപത്തിൽ പറഞ്ഞ നസ്സുകൾ, ഖുർആനിൽ പറഞ്ഞ നസ്സുകൾ, വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ എന്ന പോലെ ഇജ്മാ ഖത്ഈയായ ദലീലാണ്. അയിമ്മത്തിൻ്റെ പിന്നെ മുജ്തഹിദീങ്ങളുടെ ഇജ്മാ, ഇത്തിഫാഖ് ഉമ്മത്തിൽ മുജ്തഹിദിയുള്ള മുജ്തഹിദിലെ ഉമ്മത്തിങ്ങളുടെ ഇത്തിഫാഖാണല്ലോ ഇജ്മാ എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മത്തിൻ്റെ ഇജ്മാ, മുജ്തഹിദീങ്ങളുടെ ആ ഇജ്മാ, അതും ഖത്ഈയായ ദലീലാണ്. എന്ന പോലെ മുത്തവാത്തിറായ ഹദീസുകൾ വ്യത്യസ്ത കാറ്റഗറിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ മുത്തവാത്തിറായ ഹദീസുകൾ, ഇങ്ങനെയുള്ള പിന്നെ വ്യക്തമായ നസ്സുകളും ഇജ്മാഉകളും എന്ന പോലെ മുത്തവാത്തിറായ ഹദീസുകൾ, ഇതൊക്കെ ഖത്ഈയായ ദലീലാണ്. അങ്ങനെ ഖത്ഈയായ ദലീൽ ഒരു ഭാഗത്തുണ്ട്. ആ ഖത്ഈ തന്നെ എല്ലാം ഒരേപോലെയല്ല. ഖത്ഈൻ്റെ കൂട്ടത്തിൽ തന്നെ ലൊറൂറിയുണ്ട്, വൈറു ലൊറൂറിയുണ്ട്. ലൊറൂറി എന്ന് പറഞ്ഞാൽ ഖത്ഈനെ പറ്റി അസ്ലിയ എന്നും പറയും, അടിസ്ഥാനമുള്ളത്, അടിസ്ഥാനകാരിയായതുകൊണ്ട്. പിന്നെ ലൊറൂറിയ, വൈറു ലൊറൂറിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അത് അവാമിനും ഖവാസിനും ഒക്കെ, സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്നുള്ളത് ആർക്കും അറിയും, മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് നിസ്കാരം നിർബന്ധമാണെന്നുള്ള കാര്യം. എന്ന പോലെ പിന്നെ നോമ്പ് നിർബന്ധമാണെന്നുള്ളത്, സക്കാത്ത് നിർബന്ധമാണെന്നുള്ളത്, കള്ളുകുടി ഹറാമാണെന്നുള്ളത്, സിന ഹറാമാണെന്നുള്ളത്, ഇങ്ങനെയുള്ള ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടുകയും, ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതെല്ലാം ദറൂറിയാവില്ല. ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടുന്നതിൻ്റെ പുറമെ അവാമിൻ്റെയും ഖവാസിൻ്റെയും ഇടയിൽ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളും കൂടി ആകുമ്പോഴാണ് ഇത് ലൊറൂറിയാവുക. അപ്പോൾ ഖത്ഈയ ലൊറൂറിയുണ്ട്, വൈറു ലൊറൂറിയുണ്ട്. പിന്നെ അപ്പോൾ ആ ഒരു ഇഖ്തിലാഫ്, ആ ഒരു ഖത്ഈയായ ഇഖ്തിലാഫ് വന്നാൽ, അഥവാ ഖത്ഈയാണ് അപ്പം തന്നെ ഇത് ലൊറൂറിയയുമാണ്, അങ്ങനത്തെ വിഷയം ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈമാനു കുഫറിൻ്റെ ഇടയിലുള്ള ഇഖ്തിലാഫ്. കാരണം അത് ഖത്ഈയായ ദലീൽ കൊണ്ട്, ഒരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് അവാമിൻ്റെയും ഖവാസിൻ്റെയും ഇടയിൽ ഒരു അവ്യക്തതക്കും ഒരു ചാൻസും ഇല്ലാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് തന്നെ അത് നിഷേധിച്ചാൽ എന്താകും? കുഫ്ർ വരും. അത് വിശ്വസിച്ചവൻ മുഅ്മിനാകും, അല്ലാത്തവൻ കാഫിറാകും. പിന്നെ വൈർ ഖത്ഈയ ഖത്ഈ തന്നെ നമ്മൾ ഏത് പറഞ്ഞു? വൈറു ലൊറൂറിയ പറഞ്ഞു. വൈറു ലൊറൂറിയ അതാണ് ഇത് നമ്മളെ സുന്നത്ത് ബിദഅത്തിൻ്റെ ഇടയിൽ ഫർക്കാക്കുന്ന പിന്നെ ഒരു കാര്യങ്ങൾ. ഉദാഹരണത്തിന് പിന്നെ തറാവി 20 നിസ്കാരം, പിന്നെ 20 റക്അത്താണെന്നുള്ളത്. തറാവി 20 റക്അത്താണ്, സംഗതി ഇജ്മാവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ അത് അവാമിനും ഖവാസിനും ഒക്കെ തിരിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ പിന്നെ ഖവാസിന് മാത്രം തിരിയുന്ന രൂപത്തിലുള്ള സംഗതികളാണെങ്കിൽ അത് ഇജ്മാഇയായ കാര്യമാണെങ്കിൽ പോലും അത് ലൊറൂറി അല്ലാതിരിക്കുമ്പോൾ അത് നിഷേധിച്ചാൽ കുഫ്ർ വരില്ല. ബിദഅത്ത് സുന്നത്ത് എന്നുള്ള റൂട്ടിലൂടെ പോകും. പിന്നെ ലൊറൂറിയ ആദ്യം പറഞ്ഞത് ഏതാ? ലൊറൂറിയ അല്ല. അടുത്തത് ആദ്യം പറഞ്ഞ ഖത്ഈയ. പിന്നെ വൈർ ഖത്ഈയ ഉണ്ട്. വൈർ ഖത്ഈയ എന്ന് പറഞ്ഞാൽ തവീലിന് സാധ്യതയുള്ള ആയത്ത് ഹദീസുകൾ, അങ്ങനത്തെ ഹദീസുകളിൽ നിന്ന് പിന്നെ മനനം ചെയ്ത് എടുക്കുക. തവീലിന് സാധ്യതയുള്ള ആയത്ത് ഹദീസുകൾ, ആ ഹദീസുകളിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ അഹ്കാമുകൾ കണ്ടെത്തും. ഇത് ഏതാ? വൈർ ഖത്ഈയാണ്, അത് ഖത്ഈയല്ല. അതാണ് നമ്മൾ ഏത് പറഞ്ഞത്? ആ ഇഖ്തിലാഫാണ് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്ന് പറഞ്ഞത്. ഇത് മാനരായ ഇമാം ഗസാലി റഹ്മഹുല്ല തൻ്റെ അൽ മുസ്തസ്ഫ 348 പേജിൽ വിശദീകരിക്കുന്നുണ്ട്. അതിഞ്ഞ് വായിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ വൈറു ലൊറൂറിയായ ദലീലുകൾ ഉണ്ടാകുമ്പോൾ, വൈർ ഖത്ഈയായ ദലീലുകൾ ഉണ്ടാകുമ്പോൾ
അതിനെ സമീപിക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സമീപിക്കുന്ന രീതി ആയിക്കൊള്ളണമെന്നില്ല, അബൂ ഹനീഫ സമീപിക്കുന്ന രീതി വ്യത്യാസം വരാം. കാരണം വ്യാഖ്യാനങ്ങൾക്ക് പൈതുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിക്കൊണ്ടെന്നുള്ള വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും ഗവേഷണം വ്യത്യാസം വരാം. കാരണം അത്രേ അല്ലാഹു തആല അങ്ങനെയുള്ള ദലീലുകളിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ദീനിൽ ഗവേഷണം നടക്കും. എന്തായാലും ദീനിൽ ഗവേഷണം നടക്കുമ്പോൾ നമ്മളൊരു സംശയം, പിന്നെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീൻ ഇക്മാല് ചെയ്തു, ഇത്മാമ് ചെയ്തു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഹബീബായ നിബിത്തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തെ വിട്ട് അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്ന പോലെ തന്നെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തെ വിട്ടകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുമുണ്ട്. പിന്നെ നീ ഒരു ഗവേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഗവേഷണം നടക്കുമെന്ന് ഈ പറഞ്ഞത് കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലായും ചെയ്തു. അപ്പം നീ എന്താണ് ദീൻ പൂർണ്ണമാകുക എന്ന് പറഞ്ഞതിൻ്റെ മാനെന്താ? അൽയൗമ അക്മൽതു ലക്കും ഹജ്ജത്തുൽ വദാഇൽ അല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുള്ള ടൈമിൽ കൂടുതൽ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളായിരുന്നു ഇറങ്ങിയിരുന്നത്. നിസ്കാരം ഫർളാക്കിയിരുന്നു. അതിൻ്റെ പുറമെ മദീനയിലെത്തിയതിന് ശേഷമാണ് മറ്റുള്ള നോമ്പുകളും മറ്റുള്ള സകാത്തുകളും ഹജ്ജുകളും ഒക്കെ അല്ലാഹു തആല നിർബന്ധമാക്കിയത്. അങ്ങനെ ഹജ്ജിൻ്റെ വേളയിലാണല്ലോ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിക്കുന്നത് ആ സന്ദർഭത്തിലാണ്. അപ്പോൾ പൂർണ്ണാക്കി തന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഗവേഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് സംശയം വരാം. അതിന് മഹാനരായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇ, വിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്താണല്ലോ. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇ, ഖുർആനിൽ ഒന്നും നമ്മൾ വിട്ടേച്ച് പോയിട്ടില്ല, എല്ലാം ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആനിലെ എല്ലാ വിധികളും ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആ പറഞ്ഞതിൻ്റെ ലക്ഷ്യം? മഹാനരായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാക്കിയത്തുകൾ, ഓരോ സംഭവങ്ങൾ രണ്ട് രൂപത്തിലാണ്. അഥവാ ഒന്ന് അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞ സംഭവങ്ങളുണ്ട്, മറ്റൊന്ന് ഖുർആനിൽ വ്യക്തമാക്കാത്ത സംഗതികളുണ്ട്. ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ സംഗതികളുണ്ട്, അത് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. നേരെ മറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല, പക്ഷേ വ്യക്തമായി പറഞ്ഞതിനോട് തുലനം ചെയ്ത് ഖിയാസ് ചെയ്ത് കണ്ടെത്തുന്ന അഹ്കാമുകളുമുണ്ട്. അപ്പോൾ അത് ലഭിക്കുന്നത് എവിടുന്നാ? അത് ലഭിക്കുന്നത് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ അഹ്കാമുകളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് എവിടുന്ന് ലഭിച്ചത് തന്നെയാണ്? ഖുർആനിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ്. കാരണം ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതിൽ നിന്ന് ലഭിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് അതും ഖുർആനിൽ നിന്ന് ലഭിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ നിലയ്ക്ക് ഖുർആൻ വ്യക്തമാക്കി, ഖുർആനിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം വ്യക്തമാക്കി പറഞ്ഞു എന്നല്ല. വ്യക്തമാക്കി പറഞ്ഞ അഹ്കാമുകളുമുണ്ട്, വ്യക്തമാക്കി പറയാതെ വ്യക്തമാക്കി പറഞ്ഞതിൽ നിന്ന് മനനം ചെയ്ത് ഗവേഷണം ചെയ്ത് ഖിയാസ് ചെയ്ത് കണ്ടെത്തിയെടുക്കാൻ പറ്റുന്ന അഹ്കാമുകളുമുണ്ട്. അപ്പോൾ ഖുർആനിലെല്ലാം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ട് എന്നർത്ഥം? അടിസ്ഥാനപരമായ ഒരാൾ ഗവേഷണം ചെയ്തെടുക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ കാരണം ഉണ്ടാവണമല്ലോ. കാരണം ലാ തഖ്ലു വാഖിയത്തുൻ അൻ ഹുക്മില്ല എന്നാണ് ജവാമിക്ക് നമ്മൾ ഓതി. ലാ തഖ്ലു വാഖിയത്തുൻ അൻ ഹുക്മില്ല. എന്തൊരു സംഭവം ഇവിടെ ഉണ്ടായാലും നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇതിനൊരു ഹുക്മ് വേണം. ഒന്നിരിക്കലും ഇത് വാജിബാവണം, അല്ലെങ്കിൽ നെദ്ബ് വേണം, അല്ലെങ്കിൽ കറാത്ത് വരണം, അല്ലെങ്കിൽ ഹറാമ് വരണം, അല്ലെങ്കിൽ ഇബാഹത്ത് വരണം, ഏതെങ്കിലും ഒന്ന് വരണം. ഏതെങ്കിലും ഒരു ഹുക്മ് ദീനുണ്ടാവും. കാരണം ലാ തഖ്ലു വാഖിയത്തുൻ അൻ ഹുക്മില്ല നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മുഴുവൻ എവിടുന്ന് കിട്ടണം? ഖുർആനിലുണ്ട് സംഗതി. പക്ഷേ അത് ഓക്കെ. അപ്പോൾ ഇജ്തിഹാദ് നടക്കും. ഇജ്തിഹാദ് നടത്തുന്നത് എന്തിനെതിരല്ല? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞതിനോട് എതിരല്ല. പിന്നെ നമുക്കുള്ള സംശയമല്ല. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വളുഹുൻ ഇലാഹിയുൻ, ഇലാഹിയായ വളുഹാണ്, അള്ളാഹ് സംവിധാനിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ ഗവേഷണം ചെയ്യുന്നത് ആരാ? മുജ്തഹിദീങ്ങളായ ബശറാണ്, മനുഷ്യന്മാരല്ലേ. അല്ല, ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അവരാണ് എന്ത് ചെയ്യുന്നത്? ഗവേഷണം ചെയ്യുന്നത്. അവർ കണ്ടെത്തുന്നത് എങ്ങനെ? ഇലാഹിയായ വളുആകും. ദീൻ എന്ന് പറഞ്ഞാൽ ഇലാഹിയായ വളുആണല്ലോ, അള്ളാഹ് സംവിധാനിച്ചതാണ്. ഇത് മുജ്തഹിദീങ്ങൾ കണ്ടെത്തുന്ന ഫിഖിഹിൻ്റെ ഇജ്തിഹാദിയായ അഹ്കാമുകൾ എങ്ങനെയാണ് ദീനിൽപ്പെടുക? കാരണം അത് അള്ളാഹ് കണ്ടെത്തിയതല്ലല്ലോ, പിന്നെ ആര് കണ്ടെത്തിയ? അത് ബശറാകുന്ന മുജ്തഹിദീങ്ങളാകുന്ന ബശർ കണ്ടെത്തിയതാണല്ലോ, മനുഷ്യന്മാർ കണ്ടെത്തിയതല്ലേ.
അതിന് അയിമ്മത്ത് മറുപടി പറഞ്ഞു. എന്താ അയിമ്മത്ത് അല്ല, ഈ ഗവേഷണം ചെയ്യുന്ന മുജ്തഹിദീങ്ങളായ അയിമ്മത്ത് അവർ സ്വന്തമായി വളു ചെയ്തിട്ടില്ല. അവർ അല്ലാഹു തആല ഈ ആയത്തിൻ്റെ ചുരുളുകളിൽ ചുരുട്ടി വെച്ച വിഷയങ്ങൾ എന്ത് ചെയ്തു? അവർ പുറത്തേക്ക് എടുത്തു തന്നേ ഉള്ളൂ. അവർ സ്വന്തമായി ഒന്നും നിർമ്മിച്ചുണ്ടാക്കിയിട്ടില്ല. മറിച്ച് നമ്മളെപ്പോലുള്ളവർക്ക് അവ്യക്തമായി കിടക്കുന്ന കാര്യം അവർക്കത് വ്യക്തമാണ്. അത് അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അയാളെ ചിലപ്പോൾ ഞരമ്പ് പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യും? ഞരമ്പ് പിടിച്ചിട്ട് പറഞ്ഞ ഡോക്ടർമാരുണ്ട് അല്ല. ഞരമ്പ് പിടിച്ചിട്ട് പറയും എൻ്റെ ആ വലത്തേക്കാലിനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇതൊന്നും തിരിയാത്ത നമ്മളെന്ത് പറയുക? ഇവിടെ പിടിച്ചിക്കാണ്ട് കാൽമത്താ പറഞ്ഞു. അങ്ങനെ ഈ കാൽമ പിടിക്കണം എന്നറിയും. അതുകൊണ്ട് മറ്റേ പിന്നെ കാൽമുട്ട് വേദനയായിട്ട് ചെന്നപ്പോൾ പറഞ്ഞില്ലേ, അത് പ്രായമായതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഡോക്ടറെ മറ്റേ കാലിനും അതേ പ്രായമാണല്ലോ പറഞ്ഞു. മറ്റേ കാലിനും അതേ പ്രായമല്ലേ, അങ്ങനെയാണെങ്കിൽ അതിനും വേണ്ടേ ഒരു വേദന വരികയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷാഫി ഇമാമിനെ സംബന്ധിച്ച്, അയിമ്മത്തിനെ സംബന്ധിച്ച്, മുജ്തഹിദീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ആയത്തിൻ്റെ കാണുമ്പോഴത്തേന് അവർക്ക് ആ ആയത്തിൽ നിന്ന് ഈ അഹ്കാം അവർക്ക് കണ്ട് മനസ്സിലാക്കണം. അപ്പം നമ്മെപ്പോലുള്ളവർക്ക് അവ്യക്തമായത് അവരെന്ത് ചെയ്തു? ഇൽഹാർ ചെയ്തു എന്നേ അവർ ചെയ്തിട്ടുള്ളൂ. അവരൊരിക്കലും ഹുക്മിനെ അവർ വളു ചെയ്തിട്ടില്ല, നിർമ്മിച്ചുണ്ടാക്കിയിട്ടില്ല. അല്ലാഹു തആല വെച്ച ആ അഹ്കാമിനെ നമ്മെപ്പോലുള്ളവർക്ക് അവ്യക്തമായി കിടന്നത് അവരെന്ത് ചെയ്തു? ഇൽഹാർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫിഖിൻ്റെ ഇജ്തിഹാദിയായ അഹ്കാമുകളെപ്പറ്റി എന്ത് എന്ന് പറയാം? വളുഹിൻ ഇലാഹിന്ന് പറഞ്ഞതിനെതിരില്ല, പോകട്ടെ. അപ്പോൾ ഇജ്തിഹാദ് നടക്കും, ദീനിൽ നടക്കും. അത് ദീനിനെതിരല്ല, അത് വളുഹിൻ ഇലാഹി എന്ന് പറഞ്ഞതിനെതിരല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞതിനെതിരല്ല. അതൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷേ ഇജ്തിഹാദ് എല്ലാവർക്കും നടക്കുമെന്നുള്ളതാണ്. ഇജ്തിഹാദ് എല്ലാവർക്കും നടക്കുമെന്നുള്ളതാണ്. മഹാനരായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹദീസു മളല്ലത്തുൻ ഇല്ലാലിൽ ഫുഖഹ. അൽ ഹദീസു മളല്ലത്തുൻ ഇല്ലാലിൽ ഫുഖഹ. ഹദീസ് മളല്ലത്തുൻ ഇല്ലാലിൽ ഫുഖഹ. അൽ ഫഖീഹു അൽ മുജ്തഹിദു, ജമ്മൂദിയവരാണ്. അൽ ഫഖീഹു വൽ മുഫ്തി വൽ മുജ്തഹിദു എല്ലാം ഒരേ അർത്ഥത്തിന് തന്നെ. അപ്പോൾ അൽ ഫഖീഹു അൽ മുജ്തഹിദു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അൽ ഹദീസു മളല്ലത്തുൻ ഇല്ലാലിൽ ഫുഖഹ. ഹദീസ് വഴിപ്പിഴക്കാൻ സാധ്യതയുള്ള ഒരു മഹല്ലാണത്. ആർക്ക്? മുജ്തഹിദീങ്ങളല്ലാത്തവർക്ക്. മുജ്തഹിദീങ്ങളായ ആളുകൾക്ക് പിഴവ് സംഭവിച്ചോളണമെന്നില്ല. അവർ നമ്മെപ്പോലെ ആവില്ല എന്നർത്ഥം. അവർ കഴിച്ചിലാവും. ഖത്ത് സംഭരിച്ചാൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വേറെ ഉണ്ട്. പിന്നെ അതിന് അർഹതയുള്ള ആളുകളുടെ ഭാഗത്തിൽ നിന്ന് ഖത്ത് സംഭവിച്ചാൽ എന്താണ് ഖത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്നുള്ളൊക്കെ ചർച്ച വേറെ. ഏതായാലും അതിനെ സംബന്ധിച്ച് മഹാനരായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഫതാവൽ ഹദീസിലേക്ക് വിശദീകരിച്ചു. എന്താണ് അൽ ഹദീസ് മളല്ലത്തുൻ ഇല്ലാ ഫുഖ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഹദീസ് ഖുർആനിനെ പോലെയാണ്. ഖുർആനിൽ പിന്നെ നാസിഖ് ഉണ്ട്, മൻസൂഖ് ഉണ്ട്. ഖുർആനിൽ നാസിഖ് ഉണ്ട്, മൻസൂഖ് ഉണ്ട്. അഥവാ ആശയം അതിൻ്റെ ഹുക്മിപ്പം നിലവിലില്ല, ആയത്തുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. അങ്ങനെ നാസിഖ് മൻസൂഖ് ഉണ്ട്, ആമുണ്ട്, ഖാസ് ഉണ്ട്. അഥവാ പൊതുവായി പറഞ്ഞ വാക്കുകളുണ്ടാകും, പക്ഷേ അതിൻ്റെ ആശയം വ്യാപ്തി മുറാദ് ഉണ്ടാവില്ല, വ്യാപ്തി ഉദ്ദേശം ഉണ്ടാവില്ല. അത് ഏതെങ്കിലും ഒന്നിൽ പിന്നെ ഖാസായിരിക്കും. അങ്ങനെ ആമായ വാക്ക് പറഞ്ഞ് ഖാസ് മുറാദുള്ളതുണ്ടാകും, പിന്നെ മുത്തലക്ക് പറഞ്ഞ് മുഖയ്യദ് മുറാദുള്ളതുണ്ടാകും. ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഏതും ഹദീസും അങ്ങനെ തന്നെ. ഹദീസിലും ഏതുണ്ടാവും? നാസിഖ് ഉണ്ട്, മൻസൂഖ് ഉണ്ട്, ആമുണ്ട്, ഖാസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഹദീസും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം മഹാനരായ യഹ്യ ബിൻ മഈൻ എന്ന പോലെ സുഹൈർ ബിൻ ഹാരിസ്, ഖലഫ് ബിൻ സ്വാലിഹ് അടങ്ങുന്ന മുഹദ്ദിസീങ്ങളായ ആളുകൾ ഹദീസ് ഇങ്ങനെ മുദാക്കറ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വന്ന് പിന്നെ ഒരു മസല ചോദിച്ച സംഭവം നമുക്കറിയാം. അൽ തഗ്സിലുൽ ഹായിദു അൽ മയ്യിത്ത, അയലുകാരിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആരോടാ ചോദിക്കുന്നത്? ഹദീസൊക്കെ മനപ്പാടമുള്ള, ഹദീസ് മുദാക്കറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ വലിയ മുഹദ്ദിസീങ്ങൾ, നക്കാതായ ഈ പറഞ്ഞ മുഹദ്ദിസീങ്ങളോട് ഒരു സ്ത്രീ വന്ന് ചോദിച്ചതാ, അൽ തഗ്സിലുൽ ഹായിദു അൽ മയ്യിത്ത, അയലുകാരിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ആ സന്ദർഭത്തിൽ അവരിങ്ങനെ അന്ന് അവർക്ക് കിട്ടുന്നില്ല, അവർ മിണ്ടാതിരുന്നു. ഹദീസ് അവരെ കയ്യിലുണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്നില്ല. ആ സന്ദർഭത്തിലാണ് മഹാനരായ അബൂ സൗർ എന്നവർ കടന്നു വരുന്നത്. അബൂ സൗർ മുഹദ്ദിസുമാണ്, അവർ ഫഖീഹുമാണ്. അൽ ഫഖീഹു അൽ മുജ്തഹിദു, അവർ മുജ്തഹിദുമാണ്. അവർ പറഞ്ഞു ഈ സ്ത്രീയോട്, നിങ്ങൾ അബൂ സൗർ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു.
മൂപ്പർ പറഞ്ഞു നാം തക്സിലുഹു, അയൽക്കാരിക്ക് മയ്യത്ത് കുളിപ്പിക്കണേനെന്താ? ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മായി ബന്ധപ്പെട്ട ആയിഷാ ബീവി ഉദ്ധരിച്ച ഹദീസാണ്ട് പറഞ്ഞു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ അവിടത്തിന് ഹൈലുള്ള ടൈമിൽ ഹബീബാഹി നബി തങ്ങളുടെ മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു. ഹൈലുള്ള ടൈമിൽ ആ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹബീബാഹി നബി തങ്ങൾക്ക് സ്വന്തമായി മുടി ചീകാൻ സാധിച്ചിരിക്കെ ഹൈലുള്ള ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ മുടി ചീകി കൊടുക്കാൻ പറ്റുമെങ്കിൽ മരിച്ചു കിടക്കുന്ന സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ആൾക്ക് എന്തായാലും ചെയ്തു കൊടുത്തുകൂടെ? അപ്പോൾ ബില്ലൗല ഔല ഖിയാസാണ്, ഔലവിയായ ഖിയാസ് കൊണ്ടാണ് പിടിച്ചത്. ഇത് പറ്റുമെങ്കിൽ എന്തായാലും ഇത് പറ്റൂലേ? ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അതെ നാം ഹദ്ദസനാ ബിദാലിക ഫുലാനുൻ അൻ ഫുലാനി. അവർ പറഞ്ഞു ആ ഹദീസൊക്കെ അവർക്ക് സനദ് സഹിതം കാണാൻ പാടാ. ആർക്ക്? ഈ പറഞ്ഞ് പിന്നെ യഹ്യ ഇബ്നു മഈനും എന്ന പോലെ സുഹൈർ ബിൻ ഹാരിസ്, ഖലഫ് ബിനു സ്വാലി അടക്കമുള്ള ആളുകൾക്ക് അവർ ഉടനെ തന്നെ ഹദ്ദസനാ ബിദാലിക ഫുലാനുൻ അൻ ഫുലാനി എന്ന് പറഞ്ഞ ഹദീസ് സനദടക്കാണ്ട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ സ്ത്രീക്ക് ചൂടായി. സ്ത്രീ പറഞ്ഞു, അയിന കുൻതും മിനല്ലാൻ, നിങ്ങൾ ഇതുവരെ എവിടെയെന്ന് ചോദിച്ചു. നിങ്ങൾ ഇതുവരെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടില്ല, ഇവരെ കയ്യിൽ ഈ ഹദീസുണ്ട്. ഹദീസ് ഇല്ലാഞ്ഞിട്ടല്ല. മഹാനരായ അഹ്മദ് റളിയല്ലാഹു അൻഹു പിന്നെ അബൂ ഹനീഫ് ഇമാമിനോട് ചില മസലകളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് പോണ്. പിന്നെ അബൂ ഹനീഫാമിനോട് ചില മസലകൾ ചോദിക്കും. അബൂ ഹനീഫാം എന്ത് ചെയ്യും? അതിന് മറുപടി പറഞ്ഞു കൊടുക്കും. ആ സന്ദർഭത്തിൽ ഇയാൾ വരുന്നുണ്ട്. പിന്നെ എന്നാ പറയാം, ബാക്കി അവിടുന്ന് ചോദിക്കാനാറുണ്ട് ക്ലിനിക്കിന്ന്. പിന്നെ അപ്പോൾ അഹ്മദ് റളിയല്ലാഹു അൻഹു ആരോട് ചോദിക്കും? അബൂ ഹനീഫാമിനോട് മസല ചോദിക്കും. ആ സന്ദർഭത്തിൽ അബൂ ഹനീഫാമ് മറുപടി പറഞ്ഞു കൊടുക്കും. ആ സന്ദർഭത്തിൽ അഹ്മദ് എന്നവരൊരു ചോദ്യമുണ്ട്, മിൻ അയിന ലക ഹാദാ, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ചോദിച്ചു. അഹ്മദ് വലിയ മുഹദ്ദിസാണ്. ആ സന്ദർഭത്തിൽ അബൂ ഹനീഫാമ് പറയുന്നൊരു വർത്താനുണ്ട്, അന്ത ഹദ്ദസ്തന അനിൻ നഖയ്യി ബികദ, അന്ത ഹദ്ദസ്തന, നിങ്ങളാണ് എനിക്ക് ഇമാം നഖയ്യെ തൊട്ട് ഉദ്ധരിച്ച് ഈ ഹദീസ് പറഞ്ഞു തന്നത്. ആ ഹദീസ് തന്നെ, ആ ഹദീസ് എന്താണ്? ഔ അനി ഷഅബിയ്യി ബികദ, ഇമാം ഷഅബിയെ തൊട്ട് നിങ്ങൾ പറഞ്ഞു തന്നല്ലോ, നമുക്ക് ഒരു ഹദീസ് പറഞ്ഞു തന്നില്ലേ? ആ ഹദീസ് തന്നെ. ആ സന്ദർഭത്തിൽ അഹ്മദ് പറയുന്നൊരു വാക്കുണ്ട്, യാ മഅ്ശറൽ ഫുഖഹ നഹ്നുൽ അത്തിയാർ വ അൻതുമുസ് സയ്യാദൂന ലഹ, ഞങ്ങൾ പക്ഷികളും നിങ്ങൾ അതിനെ വേട്ടയാടി പിടിക്കുന്നവരുമാണ്. അതല്ല, മറ്റൊരു റിവായത്തിൽ അൻതുമുൽ അത്തിബ വ നഹ്നു സയാദില, നിങ്ങളാണ് ഡോക്ടർമാർ, ഞങ്ങൾ മരുന്നെടുത്ത് കൊടുക്കുന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ ഹദീസ് ഉണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെടണമെന്നില്ല. കാരണം അതിന് ഗവേഷണത്തിന് വേറെ തന്നെ കഴിവ് വേണം. എന്നല്ല, ഖുർആനിലുള്ളത് ഖുർആൻ അറബിയല്ലേ, അറബി എല്ലാവർക്കും തിരിയുമല്ലോ, ഒരു ഡിക്ഷണറി ഉണ്ടായാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് കാര്യമില്ല. സ്വഹാബത്തിന് തന്നെ നമുക്കറിയാം. പിന്നെ കുലു വഷ്റബു അത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദ്, അല്ല നോമ്പ് നോൽക്കാൻ നിങ്ങൾ കറുത്ത നൂല് വെളുത്ത നൂലിൽ നിന്ന് വേർതിരിയുന്നത് വരെ നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് എന്താ ചെയ്തത്? ചില സ്വഹാബികൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഒരു നൂല് പിന്നെ വലത്തേകാലിലും കറുത്ത നൂലും വെളുത്ത നൂലും കിട്ടും. എന്നിട്ട് അവരിങ്ങനെ ഭക്ഷണം കഴിക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കും. അപ്പോൾ വേർതിരിച്ച് കാണുന്നുണ്ടോ? ഇല്ല. വേർതിരിച്ച് കാണുന്നുണ്ടെങ്കിൽ എന്തായി? സുബീൻ്റെ സമയമായി എന്നുള്ളതാണ്. വേറെ ചില സ്വഹാബികൾ പിന്നെ തലയിണക്ക് താഴെ കറുത്ത നൂലും വെളുത്ത നൂലും വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് നോക്കും. അപ്പം നബിത്തങ്ങൾ അപ്പോഴാണ് ആയത്തിൻ്റെ വരെ ഒരു കഷ്ണം കൂടി ഇറങ്ങിയത്, മിനൽ ഫജ്ർ എന്നുള്ളത്. മിനൽ ഫജ്ർ, ഇത് കറുത്ത നൂല് വെളുത്ത നൂല് എന്ന് പറഞ്ഞാൽ ഏതല്ല, ഈ സാധാ കറുത്ത നൂല് വെളുത്ത നൂലല്ല, മിനൽ ഫജ്രി, ഫജ്റിൽ നിന്നുള്ള കറുത്തതും വെളുത്തതും എന്ന് പറഞ്ഞാൽ ഏതാ? ഫജ്ർ സ്വാദിക്കും ഫജ്ർ കാദിബും. ഫജ്ർ കാദിബ് ആദ്യം വരും. നമ്മളൊരു ഫജ്ർ അയക്കണമെന്നുള്ളത് നമുക്ക് തോന്നും അല്ല, പിന്നെ കാണേത് അങ്ങനെ മാഞ്ഞു പോകണം. അപ്പോഴാണ് ഫജ്ർ കാദിബാണത്. ഫജ്ർ സ്വാദിക്ക് പിന്നെ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. എന്ന പോലെ തന്നെ പിന്നെ വയസ്അലൂനക അനിൽ മഹീദ് കുലുവ അദൻ ഫഅ്തസിലുൻ നിസാഹ ഫിൽ മഹീദ്, ഹൈലുള്ള ടൈമിൽ സ്ത്രീകളെ നിങ്ങൾ വെടിയണം എന്ന് പറഞ്ഞു. സ്ത്രീകളെ നിങ്ങൾ വെടിയണം എന്ന് പറഞ്ഞപ്പോൾ ചില അറാബികൾ ഹബീബാഹി നബിത്തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അവർ മരണപ്പെട്ടു പോകും, അതിശക്തമായ തണുപ്പാണ്, വസ്ത്രങ്ങളൊക്കെ കുറവാണ്. അല്ല, ഞങ്ങൾ അവരെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും. കാരണം ഇസ്ലാമിൻ്റെ കൽപ്പനയാണ് സ്ത്രീകൾ എന്ത് ചെയ്യണം, ആയതിൻ്റെ ടൈമിൽ വെടിയണമെന്ന്. അവർക്ക് ആശയം മനസ്സിലായില്ല. ഹബീബാഹി നബിത്തങ്ങൾ പറഞ്ഞു, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല.
നസാറാ സമൂഹം ചെയ്യുന്ന പോലെ പിന്നെ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത്. എന്ന പോലെ ജൂതന്മാർ ചെയ്തിരുന്ന പോലെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. അപ്പോൾ ഇഫ്രാത്തും തഫരീത്തും, ഒരു ടീം അതിരി വിടുന്ന, ഒരു ടീമെ പറ്റെന്തെയ്യണ് ഇവർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇഫ്രാത്ത് തഫരീത്തിൻ്റെ ഇടയിലുള്ള ഇഖ്തിസാദാണ് ഉദ്ദേശിച്ചത്. അഥവാ ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നേതാ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നേ ആ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ അവർക്ക് സ്വഹാബത്തിന് അത് മനസ്സിലായില്ല. കാരണം വിശുദ്ധ ഖുർആന് നബി തങ്ങൾക്ക് ഇറക്കിയതിൽ തുബയ്യന ലിന്നാസി മാനുസിലയിലേഹി, നബി അങ്ങ് വിശദീകരിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ അൽഫാദിൻ്റെ തഹ്തിൽ ശരീഅത്ത് മുഴുവനും ഖുർആനിൻ്റെ അൽഫാദിൻ്റെ തഹ്തിലുണ്ട്. പക്ഷെ അത് സ്വാഹിബുൻ നുബുവത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നബി തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്ത് ഇനി എന്തെല്ലാം സംഭവിക്കാനുണ്ടോ എല്ലാം അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിലുമുണ്ട്. പക്ഷേ അലിമഹു മൻ അലിമഹു വ ജഹിലഹു മൻ ജഹിലഹു, അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. അലിമഹു മൻ അലിമഹു ജഹിലഹു മൻ ജഹില. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫിഖിൻ്റെ വിഷയം വരേണ്ടത്. ഇഖ്തിലാഫ് നമ്മളൊക്കെ മനസ്സിലാക്കി, ഇജ്തിഹാദ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കി. ഇനി നമ്മൾ ഫിഖ് എന്താണെന്നാണ് മനസ്സിലാക്കിയാൽ അപ്പോൾ ഫിഖ് മനസ്സിലാക്കണുള്ളൂ. ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇൽമു ബിൽ അഹ്കാമി നമ്മൾ ജമ്മിലൊക്കെ പഠിച്ചു, പിന്നെ ഫത്തുൽ മീൽ പഠിച്ചു, എല്ലാം പഠിച്ചു, വറക്കാത്തിലും പഠിച്ചു. അൽ ഇൽമു ബിൽ അഹ്കാമി ശറയ്യത്തിൽ അമലിയത്തി അൽ മുക്തസബു മിൻ അദില്ലത്തി തഫ്സീലിയ. അൽ ഇൽമു ബിൽ അഹ്കാമി ശറയ്യത്തിൽ അമലിയ, അമലുമായി ബന്ധപ്പെട്ട്, അമലിൻ്റെ കൈഫിയത്തുമായി ബന്ധപ്പെട്ട ജമ്മക്കോതിയവരാ, അമലുമായി ബന്ധപ്പെട്ട ഒരു അഹ്കാമ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ്. പക്ഷെ ആ അറിവ് എന്തറിവാവണം? അൽ മുക്തസബു മിൻ അദില്ലത്തി തഫ്സീലിയ. തഫ്സീലിയ, ഇജ്മാലിയായ ദലീല്, തഫ്സീലിയായ ദലീല് എന്ന് പറഞ്ഞ് ജമ്മിലൊക്കെ പഠിച്ചു. അപ്പോൾ തഫ്സീലിയായ ദലീലിൽ നിന്ന്, അഥവാ ദലീലിൻ്റെ പിൻബലത്തിൽ കിട്ടിയ ഇൽമാവണം. നമ്മളെ ഇൽമ അങ്ങനെ ദലീലിൻ്റെ പിൻബലത്തിൽ കിട്ടിയ ഇൽമല്ല, അത് മുജ്തഹിദീങ്ങളുടെ ഇൽമാണ്. അപ്പോൾ മുജ്തഹിദീങ്ങളുടെ ഇൽമിനെ പറ്റി മാത്രമേ യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുള്ളൂ? ഈ നിർവചനപ്രകാരം ഫിഖ് എന്ന് പറയുള്ളൂ. അവരെ പറ്റിയ ഫക്കീഹ് എന്ന് പറയുള്ളൂ. അതാണ് നമ്മൾ അൽ ഫക്കീഹു അൽ മുജ്തഹിദു എന്ന് പറഞ്ഞത്. കാരണം പിന്നെ തഫ്സീലിയായ അതില്ലത്തിൽ നിന്ന് മനസ്സിലാക്കിയ കിട്ടിയ ഇൽമാവണം. നേരെ മറിച്ച് പിന്നെ ത്വയ്ഫൊക്കെ പറഞ്ഞ പിന്നെ നിർവചനപ്രകാരം, ത്വയ്ഫ പറഞ്ഞ നിർവചനം എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ബിൽ അഹ്കാമി ശറയ്യത്തി അൽ അമലിയത്തി അൻ നാശിഅത്തി അനിൽ ഇജ്തിഹാദി എന്നാണ്. ഇജ്തിഹാദിനെ തുറന്ന് ലഭിച്ച അഹ്കാം നമ്മൾ അറിഞ്ഞാൽ മതി, ഞമ്മക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ ഷാഫി ഇമാമൊക്കെ പിന്നെ ഇജ്തിഹാദ് മുഖേന കിട്ടിയ ആ അഹ്കാമിനെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളെ പറ്റിയും എന്തെന്ന് പറയാം? ഫക്കീഹ് എന്ന് പറയാം. ആ അർത്ഥത്തിന് പറയാം. അപ്പോൾ ഇജ്തിഹാദ് മുഖേന കിട്ടിയ ഇൽമാണ് ഇൽമു എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫിഖിനെ സംബന്ധിച്ച് പലവരും പറയുന്നത്, ആ ഫിഖിൻ്റെ അഹ്കാമിൽ ഏതുണ്ട്? പിന്നെ സ്വഹിയായ ഹദീസിന് എതിരായിട്ട് ധാരാളം അഹ്കാമുകളുണ്ടല്ലോ. ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്ത്? അങ്ങനെ ധാരാളം അഹ്കാമുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അഹ്കാമുകളുണ്ട്. പക്ഷെ അത് നമ്മുടെ അഹ്കാമിന് ഒരു പ്രശ്നം വരുത്തൂല. എന്തുകൊണ്ട്? ആ സ്വഹിയായ ഹദീസിനേക്കാളും നല്ല ഭദ്രതയുള്ള സ്വഹാബത്തിൻ്റെയും താബീകളുടെയും ആ അമലടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ആ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നും താബീകളുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നും നമ്മുടെ മദ്ഹബുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്നും അതും കൂടി മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫിഖിൽ വരുന്ന സംശയങ്ങളൊക്കെ തീരും. കാരണം ഈ സ്വഹിയായ ഹദീസ് കണ്ടിട്ടും ഷാഫി ഇമാം അത് വിട്ടെങ്കിൽ എന്തേ വിടാൻ കാരണം എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ഷാഫി ഇമാമിന് കിട്ടിയിട്ടില്ല എന്നാണ് ചിലവർ മനസ്സിലാക്കൽ. പക്ഷേ ഷാഫി ഇമാം പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് 10 മിനിറ്റ് ചോദ്യത്തിനാണല്ലോ. ചോദ്യത്തിന് വേണമെങ്കിൽ പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ലേ? അയ്യൊണ്ണു നമ്മൾ സംഘാടകർ പറഞ്ഞ് നമ്മൾ പാലിക്കണ്ടേ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടി ക്ലാസ് എടുക്കാം, എങ്ങനെയായാലും വേണ്ടില്ല. ചോദിക്കുക എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്ന് വെച്ച് എന്തെങ്കിലും ചോദിക്കണ്ട. ഒന്നുമില്ല. എന്നാൽ ഒരു 10 മിനിറ്റ് കൂടി ക്ലാസ് എടുക്കല്ലേ. അപ്പോൾ സ്വഹിയായ ഹദീസിന് എതിരായി ഒരുപാട് അഹ്കാമുണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് പ്രശ്നമില്ല, അങ്ങനെ ഉണ്ട്, ശരി തന്നെ. അതെല്ലാ മദ്ഹബുകളിലും സ്വഹിയായ ഹദീസിനെതിരായത് ഉണ്ട്. പക്ഷേ
സ്വഹിയ ഹദീസിന് എതിരായി എന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? ആ സ്വഹിയായ ഹദീസിനേക്കാളും അസ്ബത്തായ ഒരു തെളിവിൻ്റെ മേലാണ് ഈ അഹ്കാം എടുത്തിട്ടുള്ളത്. ഏതാണത്? സ്വഹാബത്തിൻ്റെയും താബീകളുടെയും അമല്. അവരാണ് ഈ ഹദീസിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് അവരറിയുന്നത്. എന്നിരിക്കെ ഈ ഹദീസ് ഉണ്ടായിരിക്കെ സ്വഹാബത്ത് അതിനെതിരെ അമല് ചെയ്യുമ്പോൾ, താബീങ്ങൾ അതിനെതിരെ അമല് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടി? ഹദീസ് മൻസൂഖാണ്. ഒരു പക്ഷേ ഹദീസ് മൻസൂഖായിരിക്കും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടാകും, വ്യാഖ്യാനങ്ങളുണ്ടാകും. എന്ന പോലെ ഖുർആനിൻ്റെ ലാഹിറിനെതിരെ ഒരു സ്വഹാബി അമല് ചെയ്യുമ്പോൾ, സ്വഹാബികളും താബീങ്ങളൊക്കെ അമല് ചെയ്യുമ്പോൾ, മുജ്തഹിദീങ്ങളായ ആളുകൾ അമല് ചെയ്യുമ്പോൾ ആ ലാഹിർ മുറാദല്ല, ആ ലാഹിർ ഉദ്ദേശമല്ല എന്നാണ് സംഗതി എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വഹിയായ ഹദീസിന് എതിരായല്ലോ എന്ന പോലെ മറ്റൊരു ആരോപണമാണ് സ്വഹിയായ ഹദീസ് എന്ന പോലെ ആയത്തുകൾ ഇതാണ്ടോ ഒഴിവാക്കിയിട്ട് മുജ്തഹിദീങ്ങളുടെ ഇജ്തിഹാദ്, മുജ്തഹിദീങ്ങളുടെ ഗവേഷണം നമ്മൾ പിടിക്കണം. ആ ഗവേഷണം എന്ന് പറയുന്നത് ഏതാ? ഖതയിന് സാധ്യത ഉള്ളതാണ്. ഖതയിനിക്ക് സാധ്യത ഉള്ളതാണ് ഏത്? മുജ്തഹിദീങ്ങളുടെ ഇജ്തിഹാദ് പിഴവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ആ ഗവേഷണം നമ്മൾ പിടിക്കുന്നു. സ്വഹിയായ ഹദീസുകളും എന്ന പോലെ ആയത്തുകളും നമ്മൾ ഉപേക്ഷിക്കുന്നു. ഇതാണ് ഫിഖ് കൊണ്ടുണ്ടാകുന്നത് എന്നാണ് അവരാരോപണം. അതിന് നമുക്ക് പറയാനുള്ളത് ഏതാ? ഇത് ആയത്ത് ഹദീസ് വിടലല്ല, വിനേതാ അതിനു തമസുക്ക്. ആയത്ത് ഹദീസ് കൊണ്ട് മുറുകെ പിടിക്കലാണത്. എന്തുകൊണ്ട്? നമ്മളിലേക്ക് ഖുർആൻ നമ്മളിലേക്ക് എത്തിയത് ആര് മുഖേന? സ്വഹാബത്തും താബീങ്ങളും മുഖേനയാണ്. അവരാണ് ഖുർആനിൽ നാസിഖ് മൻസൂഖ് എന്ന് അറിയുന്നവരവരാണ്. ഖുർആനിൽ മുത്തലക്ക് മുക്കയ്യദുണ്ട്, അതറിയുന്നവർ അവരാണ്. ഖുർആനിൽ മുജ്മൽ മുബയ്യനുണ്ട്, ഖുർആനിൽ മുത്തശാബിഹിൻ്റെ മുഹ്കമുണ്ട്, അതറിയുന്നവരവരാ. ഖുർആനിലെ അസ്ബാബുൻ നുസൂൽ, ഓരോ ആയത്തുകൾ ഇറങ്ങാനുള്ള പാശ്ചാത്തലം എന്ത്, അസ്ബാബുൻ നുസൂൽ അറിയുന്നവരവരാണ്. ഖുർആനിൻ്റെ യഥാർത്ഥ മാനകൾ അറിയുന്നവരവരാണ്. ഖുർആനിൻ്റെ തവീലാത്തുകൾ എന്ന പോലെ മറ്റുള്ള എല്ലാ ഇൽമുകളും അറിയുന്നവരവരാണ്. അവരിലൂടെയാണ് നമുക്ക് ഖുർആൻ ലഭിച്ചത്. അവരിൽ നിന്നാണ് താബീങ്ങൾ പിടിച്ചത്. ആ താബീങ്ങളിൽ നിന്ന് ആരും സ്വഹാബത്തിൽ നിന്ന് താബീങ്ങളിൽ നിന്ന് നമ്മുടെ ഇമ്മത്ത്. സ്വഹാബത്തോ മുത്തുനബിയിൽ നിന്നും മഅ്സൂമായ ഒരു ഖതയിനും ഒരു പഴുതുപോലും ഇല്ലാത്ത ഖത്ത് സംഭവിക്കാത്ത മഅ്സൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും. ഹദീസും അതേപോലെ തന്നെ ഹദീസിൻ്റെ ആശയം അങ്ങനെ തന്നെ നമുക്ക് ലഭിച്ചത് എങ്ങനെ? നമ്മുടെ അയിമ്മത്ത് മുഖേനല്ലേ ഹദീസ് ലഭിച്ചത്. അന്ന് ഷാമിലും ചെയ്യുന്നു അല്ലേ, അതുകൊണ്ട് ഓൽക്ക് ഹദീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിലർ. അന്ന് ബുഖാരി ഉണ്ടാക്കിയിട്ടില്ല, ഷാഫി ഇമാമിൻ്റെ കാലത്ത് ബുഖാരി ഇല്ല, അതുകൊണ്ട് ഷാഫി ഇമാമിന് ഹദീസൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഷാഫി കിട്ടിയിട്ടില്ല എന്നാ പറയാം. ഇതില്ല. അപ്പോൾ അവർ മുഖേനല്ലേ നമുക്ക് ഈ ഒരു ഹദീസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹദീസിൻ്റെ സ്വഹിയായ ഹദീസ് ഏത്, ഹസൻ ഏത്, ലഈഫ് ഏത്, ഇതറിയുന്നവർ നമ്മേക്കാളും അവരാണ്. മർഫുവായ ഹദീസ് ഏത്, മുർസൽ ഏത് എന്ന പോലെ മുത്തവാത്തിറായ ഹദീസ്, ആഹാദായ ഹദീസ് എന്ന പോലെ വരീബ്, ഇങ്ങനെ ഹദീസിൻ്റെ പല ഇനങ്ങൾ, പല അക്സാമുകൾ, ഇതൊക്കെ എന്ന പോലെ ഹദീസിൽ മുത്തഖദ്ദിം ഏത്, മുത്താഖിർ ഏത്, ഹദീസിൻ്റെ കൂട്ടത്തിലും നാസിഖ് മൻസൂഖ് എല്ലാം ഉണ്ട്. ഇതൊക്കെ അറിയുന്നവരവരല്ലേ. ഹദീസ് ഇറങ്ങാനും പാശ്ചാത്തലങ്ങളുണ്ടല്ലോ. ഹദീസ് ഇറങ്ങാനറ മുത്തുനബി പറഞ്ഞു കൊടുക്കാൻ അൽഫാദ് മുത്തുനബിൻ്റെ ആണല്ലോ. അപ്പോൾ മുത്തുനബി ആ ഹദീസ് പറയാനുള്ള അസ്ബാബ് എന്ത്, അതിന് മാത്രം അയിമത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും കാണാം. ഹദീസിൻ്റെ അസ്ബാബ് മാത്രം ചർച്ച ചെയ്യാൻ. എങ്ങനെ ഇതെല്ലാം അറിയുന്നവർ അയിമത്തായിരിക്കെ അവർ പറഞ്ഞനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മറ്റൊരാരോപണം, 5 കൂടി ഉണ്ടാവും അല്ലേ. മറ്റൊരാരോപണം, ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ഇന്ന വിഷയം അള്ള പറഞ്ഞേക്കണം, കാലല്ലാഹു അള്ള പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞേക്കണം. അതിനെ നിങ്ങൾ ക്രോസ് ചെയ്യുന്നത് എങ്ങനെ? ഷാഫി പറഞ്ഞേക്കണ്, അബൂ ഹനീഫ പറഞ്ഞേക്കണ്, മാലിക്ക് പറഞ്ഞേക്കണ് എന്ന് പറഞ്ഞേക്കണ്ട. നമ്മൾ പറയുന്നത് അള്ള പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, അല്ലെങ്കിൽ അള്ളാൻ്റെ റസൂൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ക്രോസ് ചെയ്ത് പറയുന്നത് ഷാഫി ഇങ്ങനെ പറഞ്ഞേക്കണ്. ആരാ ഷാഫി? അവർ പറയും ഏതാ ഖതയിന് സാധ്യത ഉള്ള ആളാണ്. അപ്പോൾ ഒരു ഖതയിനും സാധ്യതയില്ലാത്ത അള്ള പറഞ്ഞേക്കണമെന്നും റസൂൽ പറഞ്ഞേക്കണമെന്നും പറയുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ചെന്ത് പറയണേ? ഷാഫി പറഞ്ഞേക്കണു. അപ്പം മഅ്സൂമായ അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസ് കൊണ്ടുവരുമ്പോൾ ഖതയിനെ തൊട്ട് ഇസ്മത്തില്ലാത്ത ഷാഫിൻ്റെ കൗലല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ പറയാനുള്ളത്? നമ്മൾ ഷാഫി ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു എന്നാ? ഷാഫി ഇമാമ് സ്വന്തം തശഹീക്ക് വേണ്ടി പറഞ്ഞതല്ലല്ലോ. പിന്നെ ആയത്ത് ഹദീസുകളിൽ നിന്ന് മനനം ചെയ്ത് അങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പാകപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ആയത്ത് ഹദീസിൽ നിന്ന് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കി പറഞ്ഞതാണ്. നീ എങ്ങനെ പറയുന്നത് അള്ള പറഞ്ഞു എന്ന് ഇജ്ജ് മനസ്സിലാക്കിയതാണ്, ഇജ്ജ് സ്വന്തം മനസ്സിലാക്കിയതാണ്.
അള്ളാൻ്റെ റസൂല് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇജ്ജ് സ്വന്തം മനസ്സിലാക്കിയതാ? ഇജ്ജ് സ്വന്തം മനസ്സിലാക്കിയതാണോ, നീ സ്വന്തം മനസ്സിലാക്കിയതാണോ എടുക്കേണ്ടത്? അല്ല, ഷാഫി ഇമാം ഇജ്തിഹാദിന് അർഹതയുള്ള അത്രയും ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമാക്കിയ ഷാഫി ഇമാം ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും മനസ്സിലാക്കിയതാണോ എടുക്കേണ്ടത്? ആർക്കും വ്യക്തമല്ലത്. എന്തിനധികം ഷാഫി ഇമാമിൻ്റെ ശിഷ്യൻ അബുൽ വലീദ് മൂസബിന് അബിൽ ജാറൂദ് എന്ന് പറയുന്ന ഷാഫി ഇമാമിൻ്റെ സ്വഹീബായ ആളെന്ന് അവർ പറഞ്ഞു, അഫ്തർ അൽ ഹാജിം ഉൽ മഹ്ജൂം. ഞാൻ അവസാനിപ്പിച്ചു. നോമ്പുകാരന് ഇജാമ വെച്ചാൽ ഹാജിമിൻ്റെയും മഹ്ജൂമിൻ്റെയും ഒരു നോമ്പ് മുറിയുന്നുള്ളതാണ് എന്ന ഹദീസുണ്ടല്ലോ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഞാൻ പറയുന്നു കാല ഷാഫിയു അഫ്തർ അൽ ഹാജിം ഉൽ മഹ്ജൂം. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല, മൂപ്പര് വരാം. കാല ഷാഫിയു അഫ്തർ അൽ ഹാജിം ഉൽ മഹ്ജൂം. കാരണം എന്താ? ഇതാ സഹൽ ഹദീസ് പോവും മദ്ഹബി എന്ന് ഷാഫി ഇമാം പറഞ്ഞേക്കണു. ഒരു സ്വഹിയായ ഹദീസ് ലഭിക്കും. ഞാൻ പറഞ്ഞതിനെതിരായി ഒരു സ്വഹിയായ ഹദീസ് നിങ്ങൾക്ക് ലഭിച്ചാൽ എൻ്റെ വാക്ക് നിങ്ങളാണ് തള്ളിക്കളി എന്ന് പറഞ്ഞു. ചുമരുമക്കാണ്ട് എറിഞ്ഞാളി എന്ന് പറഞ്ഞേക്കണെന്ന് പറഞ്ഞു. ഇല്ല, അപ്പോൾ ആ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ അയിമത്ത് എതിർത്തു. അയിമത്ത് പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്നത്? അഫ്തർ അൽ ഹാജിം ഉൽ മഹ്ജൂം ഹദീസ് സ്വഹിയാണ്, ശരി. അത് ഷാഫി ഇമാമിന് കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി. ഷാഫി ഇമാമിന് അതും കിട്ടിയിരിക്കണം, അതിലപ്പുറം കിട്ടിയിരിക്കണം. കാരണം അത് മൻസൂഖാണ്, ഹദീസ് മൻസൂഖാണ്. അപ്പോൾ ഷാഫി ഇമാം പറഞ്ഞത് എല്ലാവർക്കും അമൽ ചെയ്യാനുള്ളതല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ശറഹുൽ മുദവ്വിലൊക്കെ അത് വിശദീകരിച്ചു. അത് ആരോട് പറഞ്ഞതാ? ഈ ഇജ്തിഹാദിന് അർഹതയുള്ള ആ ഒരു ഗവേഷണം ചെയ്ത് മനനം ചെയ്ത് കണ്ടെടുക്കാൻ പറ്റുന്ന ആ ഒരു പദവിയിലെത്തിയ ആളുകളോട് പറഞ്ഞതാണ്. അതിനെന്ത് വേണം? ഷാഫി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളും ഷാഫി ഇമാമിൽ നിന്ന് ഇൽമ അഖ്ദ് ചെയ്ത് അസ്ഹാബിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പരതി ഈ ഹദീസ് ഷാഫി ഇമാമിന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിടണം. ജാഗ കണ്ടത് ഷാഫി ഇമാമിൻ്റെ ഉമ്മിൻ്റെ ഏതെങ്കിലും ഒരു വാള്യം കണ്ടത്. ഉമ്മനെ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല, ഉമ്മിൻ്റെ ഏതെങ്കിലും ഒരു വാള്യം. എന്നിട്ട് ഉമ്മലിങ്ങനെ ഉണ്ടല്ലോ, ഉമ്മലങ്ങനെ ഉണ്ടല്ലോ, ഹദീസ് ഇങ്ങനെ ഉണ്ടല്ലോ, മറ്റിങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ എന്ന പോലെ അഹമ്മദ് നമ്പൽ തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഏത് ഇമാമിനെയാണ് ഇവർ ഈ തക്ലീദ് ചെയ്യേണ്ടത്? മഹാനവറുകൾ പറഞ്ഞു, ലാ തുക്കല്ലിദിനി വലാ തുക്കല്ലിദ് മാലിക്കൻ വല്ല ഔസാഇയ വൻ നഹയ്യ. ഇജ്ജു ഒരാളും തക്ലീദ് ചെയ്യേണ്ട. വ ഹുദിൽ അഹ്കാമ മിൻ ഹൈസു അഖദു. അവരെവിടുന്നാ പിടിച്ചാൽ ഇജ്ജു എവിടുന്നാണ് പിടിച്ചോ? അവരെവിടുന്നാ പിടിച്ചത്? അവർ പിടിച്ചത് ഖുർആൻ സുന്നത്തുനിന്ന് എന്ന് അഹമ്മദ് നമ്പൽ തങ്ങൾ തന്നെ പറഞ്ഞേക്കുള്ളൂ. എന്നിട്ട് ആ അഹമ്മദ് നമ്പൽ തങ്ങളെ നിങ്ങളെന്ത് ചെയ്യുക? തക്ലീദ് ചെയ്യുക. അഹമ്മദ് നമ്പൽ തങ്ങൾ പറഞ്ഞ് ഇന്ന നിങ്ങൾ തക്ലീദ് ചെയ്യണ്ടാന്നാ. അതിനെ സംബന്ധിച്ച് മഹാനരായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തൻ്റെ മീസാനുൽ കുബ്രയിൽ പറഞ്ഞു, അത് എന്നോടൊന്നും പറഞ്ഞതല്ല. അത് ആരോടാ? അത് ഇജ്തിഹാദിൻ്റെ പദവി എത്തിച്ച, ഇജ്തിഹാദിൻ്റെ ആ ഒരു റുതുബ എത്തിച്ച ആളുകളോട് പറഞ്ഞതാണ്. അപ്പോൾ ഇജ്തിഹാദിൻ്റെ മർത്തബകൾ എത്ര ഉണ്ടെന്നും അതൊക്കെ മനസ്സിലാക്കിയാൽ വിശദമായി മനസ്സിലാക്കാൻ കഴിയും. ആർക്കാണ് ഖുർആൻ സുന്നത്തിൽ നിന്ന് നേരിട്ട് ഗവേഷണം ചെയ്യാൻ സാധിക്കുന്നവർ? അതിന് സാധിക്കാത്ത അയിമ്മത്തിൻ്റെ കലാമിൽ നിന്ന്, ഷാഫി ഇമാമിനെ പോലുള്ളവരുടെ നെസ്സുകളിൽ നിന്ന്, അവരുടെ ഉസൂല് അടിസ്ഥാനപ്പെടുത്തി ഏതെല്ലാം ആളുകൾക്കാണ് ഗവേഷണം ചെയ്യാൻ സാധിക്കുക? അതിനും സാധിക്കാത്തവർ ഇങ്ങനെ മുജ്തഹിദീങ്ങളുടെ കാറ്റഗറി ഒരു എട്ടോളം മർത്തബകളുണ്ടല്ലോ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഫിഖിൻ്റെ ആ ഒരു ഭദ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ ഓരോരുത്തരും തോന്നിയത് പറഞ്ഞതല്ല എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.